ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി പാവയ്ക്ക തീയലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. ഇതിനു വേണ്ടി ഞാനൊരു വലിയ പാവയ്ക്ക എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇവിടെ ഞാനെടുത്തിട്ടുള്ള പാവയ്ക്ക കുറച്ച് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് അത് നുറുക്കിയെടുക്കുകയാണ് കേട്ടോ. പാവയ്ക്കയുടെ കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്ക് അത് കുറയ്ക്കാനുള്ള മാർഗ്ഗം ഞാൻ പറഞ്ഞു തരാം. വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇനി വേണ്ടത് കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരകി മിക്സിയിലിട്ട് ഒറ്റ തവണ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 3 ചെറിയുള്ളി, 3 വറ്റൽമുളക്, 2 വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താലും മതിയാവും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്താണ് ബാക്കി വറുത്തെടുക്കുന്നത്. തേങ്ങ കുറച്ചുകൂടെ ഒന്ന് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഒരു ചീനച്ചട്ടി വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് 2 പച്ചമുളകും ഉപ്പും ചേർത്ത് പാവയ്ക്ക ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയം കൊണ്ട് തേങ്ങ നന്നായി വറന്നു വന്നിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. തരി ഒട്ടും പാടില്ല. ഇനി നന്നായി വാട്ടി വേവിച്ചെടുത്ത പാവയ്ക്കയിലേക്ക് അല്പം പുളിവെള്ളവും ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഈ അരപ്പും കൂടെ ചേർത്തെടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഈ അരപ്പ് നന്നായി ഒന്ന് വേവട്ടെ. ഇനി കറിക്ക് നല്ല കയ്പുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം പൊടിച്ച് ചേർത്താൽ ആ കയ്പങ്ങ് പോയി കിട്ടും. അതേപോലെ കറിയുടെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പാവയ്ക്ക വേവിക്കുമ്പോൾ ചേർത്ത ഉപ്പ് പോരാൻ തോന്നിയിട്ട് കുറച്ചുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി ഇനി നന്നായി തിളച്ച് വന്നാൽ നമുക്കിത് ചൂടോട് കൂടി തന്നെ ചോറിന് സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.